ഹലോ, വെൽക്കം ടു നൊസ്റ്റു ഫ്ലേവേഴ്സ്. ഇന്ന് നമുക്ക് ചിക്കൻ ഫ്രൈ ഉണ്ടാക്കാം. വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ചിക്കൻ ഫ്രൈ ആണിത്. ചിക്കൻ ഫ്രൈ ഉണ്ടാക്കാൻ വേണ്ടുന്ന ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഞാനിവിടെ 500 ഗ്രാം ചിക്കൻ കഴുകി വൃത്തിയാക്കി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. 2 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, കുറച്ച് മഞ്ഞൾപ്പൊടി, 2 ടീസ്പൂൺ കശ്മീരി ചില്ലി പൗഡർ, 1 ടീസ്പൂൺ നല്ല എരിവുള്ള മുളക് പൊടി, 1 ടീസ്പൂൺ കുരുമുളക് പൊടി, 1 ടീസ്പൂൺ ഗരം മസാല, 1/2 ടീസ്പൂൺ പെരുംജീരകപ്പൊടി, 3/2 ടീസ്പൂൺ കോൺഫ്ലവർ എടുത്തിട്ടുണ്ട്, 1 ടീസ്പൂൺ വിനിഗർ, ആവശ്യത്തിന് ഉപ്പ്. ചിക്കനിലോട്ട് ഇൻഗ്രീഡിയൻസ് എല്ലാം കൂടി ചേർത്ത് നല്ലപോലെ മാരിനേറ്റ് ചെയ്തെടുക്കാം. ഇത് 1 മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ചിട്ട് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. അടുപ്പത്ത് പാൻ വെച്ച് പാൻ ചൂടാവുമ്പോൾ എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ വെളിച്ചെണ്ണയാണ് യൂസ് ചെയ്യുന്നത്. എണ്ണ ചൂടാവുമ്പോൾ മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ ഓരോന്നായിട്ട് ഇട്ട് കൊടുത്ത് ഫ്രൈ ചെയ്തെടുക്കാം. ഇതുപോലെ തന്നെ ബാക്കിയുള്ള ചിക്കൻ പീസസും നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. ചിക്കൻ എല്ലാം ഫ്രൈ ചെയ്തെടുത്തു കഴിഞ്ഞു. ഇനി നമുക്കിത് ഒരു സെർവിങ് ബൗളിലോട്ട് മാറ്റാം. ചിക്കൻ ഫ്രൈ റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്ക് ഗാർണിഷ് ചെയ്ത് സെർവ് ചെയ്യാം. ചിക്കൻ കൊണ്ടുള്ള റെസിപ്പീസിൽ നമുക്ക് ഏറ്റവും ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്നത് ചിക്കൻ ഫ്രൈ തന്നെയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ നമ്മൾ കൂടുതൽ സമയം ഫ്രിഡ്ജിൽ വെച്ചിട്ട് പിന്നെ എടുത്ത് നമ്മൾ ഫ്രൈ ചെയ്യുമ്പോൾ ആ മസാലയൊക്കെ ചിക്കനിൽ നന്നായിട്ട് പിടിച്ച് നല്ല ടേസ്റ്റ് ആയിരിക്കും. ടേസ്റ്റ് ഒന്നുകൂടെ കൂടും. ഈ ഈസി റെസിപ്പി എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണം. അതുപോലെ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.